നമസ്കാരം. മന്ത്രി ഗണേഷ് കുമാറിനെതിരെ കടുത്ത വിമർശനവുമായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഉമ്മൻചാണ്ടിക്കെതിരെ മോശം പരാമർശം നടത്തിയ സംഭവത്തിലാണ് ഗണേഷ് കുമാറിനെതിരെ മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ രംഗത്ത് വന്നത്. ഗണേഷ് കുമാർ ഇപ്പോഴും ഉമ്മൻചാണ്ടിയെ വേട്ടയാടുകയാണ് എന്ന് തിരുവഞ്ചൂർ കുറ്റപ്പെടുത്തി. ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഗണേഷ് കുമാറിന്റെ എല്ലാ കഥയും അറിയാവുന്നയാളാണ് താനെന്നും പറയേണ്ടി വന്നാൽ മുഴുവൻ പറയേണ്ടി വരുമെന്നും തിരുവഞ്ചൂർ വ്യക്തമാക്കി. ഉമ്മൻചാണ്ടിയെ വീണ്ടും വലിച്ചിഴയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഗണേഷ് കുമാറിന് മറുപടി പറയാത്തത് എന്നും തിരുവഞ്ചൂർ പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇതൊക്കെ നീതിയാണോ? ഗണേഷിന്റെ എല്ലാ കഥയും അറിയാവുന്ന ആളാണ് ഞാൻ. ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ അതെല്ലാം അറിയാവുന്ന ആൾ ഞാൻ മാത്രമായിരിക്കും. ഇതിന്റെ ഉൾക്കഥകൾ എല്ലാം തന്നെ എനിക്കറിയാം. ഗണേഷ് കുമാറിന് എന്ത് ഗുണം കിട്ടാൻ വേണ്ടിയാണ് ഉമ്മൻചാണ്ടിയെ വേട്ടയാടുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. മരണശേഷവും ഉമ്മൻചാണ്ടിയെ വേട്ടയാടുന്നത് എന്തിനു വേണ്ടിയാണ്? ഉമ്മൻചാണ്ടിയെ മുൻപ് എത്രത്തോളം വേട്ടയാടിയെന്ന് പൊതുസമൂഹത്തിന് അറിയാം. കല്ലറയിൽ പോസ്റ്റർ വെച്ച് ഉമ്മൻചാണ്ടിയെ അപമാനിക്കുകയാണ് എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ശ്രീ ഉമ്മൻചാണ്ടി മരിച്ചിട്ടും അദ്ദേഹത്തിന് എന്തിനാ വേട്ടയാടുന്നത്? യഥാർത്ഥത്തിൽ ശ്രീ ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയത് എത്രയെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. പൊതുസമൂഹത്തിന് മുമ്പിൽ അതെല്ലാം ഉണ്ട്. ഉമ്മൻചാണ്ടി മരിച്ചതിന് ശേഷവും എന്തിനാ അദ്ദേഹത്തിൻ്റെ കല്ലറയുടെ മുമ്പിൽ വന്ന് അദ്ദേഹത്തെ അപമാനിക്കാൻ ശ്രമിച്ചത്? അദ്ദേഹത്തെ വേട്ടയാടാമായിരുന്നോ? അത് ശരിയല്ല എന്ന് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പരസ്യമായി പറയണ്ടേ? ആ കാര്യങ്ങൾ എന്തുകൊണ്ടുണ്ടായി എന്നുള്ളത് പറയണ്ടേ? അവിടെ ഒരു ദേവാലയത്തിൻ്റെ മുറ്റത്ത് ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തിട്ടുള്ള സ്ഥലത്ത് ആ കല്ലറയുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഈ മരിച്ചിട്ടും 1.5 കൊല്ലം 2 വർഷത്തോളം ആകാൻ പോകുന്ന കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയെ എന്തിനു വേട്ടയാടാൻ ശ്രമിക്കുന്നു? എന്തിനു വേട്ടയാടുന്നു? അത് ശരിയല്ല. ഇപ്പോൾ വേറൊരു ശ്രീ ഗണേശൻ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ഞാൻ ആ പ്രസ്താവനയെക്കുറിച്ച് ആദ്യം കമൻറ്റ് ചെയ്യാൻ ശ്രമിച്ചില്ല. അദ്ദേഹത്തെ പോലെ ഒരാളത് പറയാമോ? എനിക്കതിൻ്റെ മുഴുവൻ കഥ അറിയാവുന്ന ആളാണ്. കഥ പറയേണ്ടി വന്നാൽ മുഴുവൻ പറയുകയും ചെയ്യും. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത് കൊണ്ടും അതുപോലുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയാത്തത് കൊണ്ടും യശശരീരനായ ശ്രീ ഉമ്മൻചാണ്ടിയെ വീണ്ടും വലിച്ചടച്ച് ഇതിനകത്ത് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് മാനസികമായി ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും നമ്മളൊരക്ഷരം മിണ്ടാതിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതൊക്കെ ശരിയാണോ? നീതിയാണോ? ഞങ്ങൾ എല്ലാ കഥയും അറിയാവുന്ന ഒരാളാണ് ഞാൻ. ജീവിച്ചിരിക്കുന്നതിൽ ഒരുപക്ഷെ ഞാൻ മാത്രമായിരിക്കും ഇതിൻ്റെ ഉള്ളുകളിൽ എല്ലാം അറിയാവുന്ന ആൾ. ഇങ്ങനെ ഉമ്മൻചാണ്ടിയെ പോലെ ഒരാളിനെ വേട്ടയാടുന്നത് എന്തിനാണ്? എന്ത് ഗുണം കിട്ടാൻ അവർക്ക്? എന്ത് ഗുണം കിട്ടാനാണ്? ഒരിക്കലും ശരിയല്ല. കോട്ടയത്ത് വീണ്ടും മത്സരങ്ങൾ ഉണ്ടാവും. പോട്ടെ, മത്സരമല്ലല്ലോ നമ്മളിപ്പോൾ.